4 ലക്ഷം 4.5 ലക്ഷം ചിലയിടത്തൊക്കെ 3.5 ലക്ഷം അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഹ്യൂറും കൊണ്ട് എനിക്ക് കാര്യമില്ല എന്ന് മനസ്സിലായത്. എനിക്ക് ഡേറ്റ് എടുത്തുന്ന ഏജന്റ് ഇത് പറഞ്ഞിട്ടില്ലായിരുന്നു. എൻ്റെ കയ്യിൽ പാസ്പോർട്ടും കാര്യങ്ങളെല്ലാം മേടിച്ചു, പക്ഷേ ഇതിൻ്റെ കാര്യം പറഞ്ഞില്ല. സാറിന് ഇതിൻ്റെ അകത്ത് പകൽ എങ്ങനെയൊക്കെ ഇരുന്ന് പോകും, പക്ഷെ രാത്രി ഇരിക്കാൻ പറ്റത്തില്ല, രാത്രി ഇറങ്ങണം എന്ന് പറഞ്ഞു. ഹേ ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ എങ്ങനെയാണ് ജർമ്മനിയിൽ എത്തിയത്, ഞാൻ എത്ര നാളെടുത്തു, എത്ര രൂപയായിട്ടുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചൊരു വീഡിയോ ആണ്. എനിക്ക് കറക്റ്റ് എക്സാക്റ്റ് ആയിട്ട് എത്ര രൂപ ആയെന്ന് അറിയത്തില്ല, എങ്കിലും എൻ്റെ ഒരു കണക്കിന് വെച്ച് ഞാൻ എത്രയായെന്ന് പറയാം. അപ്പോൾ ഞാൻ പഠിച്ചത് കൊച്ചി കലൂരിൽ ഇൻസ്പയർ അക്കാദമി എന്ന് പറയുന്നൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു. A1 to B2 അവിടെ പഠിച്ചത്. ഞാൻ 2023 മെയ് 2-ാം തീയതിയാണ് അവിടെ ക്ലാസ്സിന് കയറുന്നത്. അപ്പോൾ എൻ്റെ വീട് ഇടുക്കി രാജകുമാരി എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പോൾ ഞാൻ അവിടെ നിന്നത് ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. ആദ്യം ഹോസ്റ്റൽ എടുത്തു, പിന്നീട് ഞങ്ങൾ വീടെടുത്ത് മാറി. പിന്നെ ഞങ്ങൾ എല്ലാവരും 2024 മെയ് ഒക്കെ ആയപ്പോഴത്തേനും, മെയ് അല്ല ഫെബ്രുവരി ആയപ്പോഴത്തേനും പഠിച്ചു കഴിഞ്ഞു, B2 കംപ്ലീറ്റ് ചെയ്തു. പിന്നെ വീട്ടിൽ വന്നു. പിന്നെ ഞാൻ ഡേറ്റ് എടുക്കാനൊക്കെ നോക്കി. ഡേറ്റ് ഒരു ഏപ്രിൽ 8-ാം തീയതിയാണ് എനിക്ക് ഡേറ്റ് കിട്ടിയത്. ഞാൻ ഡൽഹിയിലെ ഡേറ്റ് എടുത്തത്. അപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ടിക്കറ്റ് എടുക്കാനായിട്ട് ടിക്കറ്റ് ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ 2500 രൂപയായിരുന്നു. മംഗള ലക്ഷദ്വീപ് ആലുവ ടു ഡൽഹി എടുത്തത്. തേർഡ് AC ആണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്, പക്ഷേ അത് ടിക്കറ്റ് കൺഫേം ആയിട്ടില്ല. ഞാൻ ഒരു മാസം മുന്നേ റെയിൽവേയിലുള്ള ഒരാളെ കൊണ്ടാണ് ഞാൻ ശരിക്കും ടിക്കറ്റ് എടുപ്പിച്ചത്, പക്ഷേ അത് കൺഫേം ആയിട്ടില്ല. എന്നിട്ട് ഞങ്ങളോട് TTR വന്ന് പറഞ്ഞു ഇതിൻ്റെ അകത്ത് പകൽ എങ്ങനെയൊക്കെ ഇരുന്ന് പോകും, പക്ഷെ രാത്രി ഇരിക്കാൻ പറ്റത്തില്ല, രാത്രി ഇറങ്ങണം എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എൻ്റെ കൂടെ ഒരുത്തനോടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂട്ടുകാരാണ്, പിന്നെ ഞങ്ങൾ കസിൻസാണ്. അപ്പോൾ അവനും കൂടെ ചേർന്നാണ് ഞങ്ങൾ പോയത്. അപ്പോൾ അവൻ്റെ ചേട്ടൻ മറ്റേ സ്ഥലപ്പേര് ഉടുപ്പിയിലാണ് അവൻ്റെ ചേട്ടൻ പഠിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഓർത്തു അത് ഉടുപ്പി ഒരു 11 മണി 12 മണി സമയമാകുമ്പോഴത്തേനും എത്തും ട്രെയിൻ അന്ന് തന്നെ. അപ്പോൾ ഞങ്ങളോട് ട്രെയിനിൽ ഒരുപാട് പേര് ഞങ്ങൾ സപ്പോർട്ട് ചെയ്തു. ഇത് ഇരിക്കുക, എൻ്റെ സീറ്റ് തരാം, ഇവിടെ ഇരുന്നോ, പൊക്കോളം എന്ന് പറഞ്ഞാൽ 3 ദിവസം ഇരിക്കണം. 3 ദിവസം എന്ന് പറയുമ്പോൾ 47-9 മണിക്കൂർ എന്തോ ഇരിക്കണം എന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല അത്ര. അപ്പോൾ ഞങ്ങൾ രാത്രി തന്നെ അവിടെ ഉടുപ്പിയിൽ ഇറങ്ങി. അവൻ്റെ ചേട്ടൻ വിളിക്കാൻ വന്നു. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയായിരുന്നു അവരുടെ റൂമും കാര്യങ്ങളെല്ലാം. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ അവർ വന്ന് ഞങ്ങൾ വിളിച്ചു, റൂമിൽ പോയി. അപ്പോൾ പിറ്റേ ദിവസം അവിടെ തന്നെ സ്റ്റേ ചെയ്തു. അപ്പോൾ ഞങ്ങൾ ഫ്ലൈറ്റിൽ പോകാനായിരുന്നു പ്ലാന്. അപ്പോൾ പുള്ളിയുടെ സീനിയർ ഡോക്ടർ ഒരാൾ ഡൽഹിയിൽ, അവിടെയാണ് ഞങ്ങൾക്ക് സ്റ്റേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ ചെന്നു. ഒരു ദിവസം അവിടെ, അതായത് എൻ്റെ കൂടെയുള്ള ആളുടെ ചേട്ടൻ്റെ കൂടെ നിന്നു. പിന്നെ അവിടുന്ന് ഞങ്ങൾ ഫ്ലൈറ്റിന് കയറി. 5-ാം തീയതി ആണോ 6-ാം തീയതി ഫ്ലൈറ്റ് കയറി. 6-ാം തീയതി വൈകുന്നേരം മാംഗ്ലൂർ എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് കയറി. അന്ന് 7-ാം തീയതി വെളുപ്പിന് ഞങ്ങൾ ഡൽഹിയിലെത്തി. അവിടെ ഞങ്ങളൊരു ടാക്സി എടുത്ത് ആ വീട്ടിൽ പോയി അവിടെ നിന്നു. പിന്നെ അവിടെ ഞങ്ങൾ എക്സാം സെൻറ്ററിൽ പോയി കണ്ടു. അങ്ങനെ എക്സാമൊക്കെ എഴുതി. പിന്നെ പ്രശ്നം വന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ പേരിൽ പ്രശ്നം ഉണ്ടായിരുന്നു. അത് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ ഫസ്റ്റ് ഡേറ്റ് ആയതുകൊണ്ട് ഞാൻ എൻ്റെ പേര് എൻ്റെ ആധാർ കാർഡിൽ ഉള്ളതുപോലെയാണ് കൊടുത്തത്. രഞ്ജിത്ത് KR എന്നാണ് കൊടുത്തത്. പക്ഷേ രഞ്ജിത്ത് മറ്റേ ഫുൾ എക്സ്പ്ലനേഷൻ ആയിട്ടുള്ള പേര് വേണമായിരുന്നു, KRൻ്റെ ഫുൾ ഫോം വേണമായിരുന്നു. അപ്പോൾ എനിക്കിതിനെപ്പറ്റി അറിയത്തില്ലായിരുന്നു. പിന്നീടാണ് ഞാൻ ഇത് അറിഞ്ഞത്. എനിക്ക് ഡേറ്റ് എടുത്തുന്ന ഏജന്റ് ഇത് പറഞ്ഞിട്ടില്ലായിരുന്നു. എൻ്റെ കയ്യിൽ പാസ്പോർട്ടും കാര്യങ്ങളെല്ലാം മേടിച്ചു, പക്ഷേ ഇതിൻ്റെ കാര്യം പറഞ്ഞില്ല, സർനെയിമിൻ്റെ കാര്യം പറഞ്ഞില്ല. അപ്പോൾ രണ്ടുപേരുടെ കയ്യിലും തെറ്റുണ്ട്. ഒന്നാമത്തെ കാര്യം, എനിക്ക് ഇതിനെപ്പറ്റി അറിയില്ലായിരുന്നു. അവർ ഡേറ്റ് എടുത്തു കൊടുക്കുന്ന ആളായിരുന്നു, പക്ഷേ അവരും ഇതിനെപ്പറ്റി പറഞ്ഞില്ല. അപ്പോൾ ഞാൻ അന്ന് 3 മൊഡ്യൂളായിരുന്നു എടുത്തത്. ആ 3 മൊഡ്യൂളിൽ ഒരു മൊഡ്യൂൾ എനിക്ക് ഹ്യൂറം കിട്ടി. അത് കഴിഞ്ഞിട്ട് റിസൾട്ട് എല്ലാം വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ ഹ്യൂറം കൊണ്ട് എനിക്ക് കാര്യമില്ല എന്ന് മനസ്സിലായത്. നോട്ടറി മേടിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു എനിക്ക്, പക്ഷേ ഞാൻ അത്ര ഇതല്ലായിരുന്നു. കാരണം വേറെ എന്തെങ്കിലും പ്രശ്നം വിസയ്ക്ക് വെച്ച് എന്തെങ്കിലും പ്രശ്നം വരുമോ എന്ന് ഓർത്തിട്ട് ഞാൻ പിന്നെ അത് അത്ര ഒന്നുകൂടെ എഴുതിയെടുക്കാന്നുള്ള ഇതിലായിരുന്നു. പിന്നെ ഞാൻ ട്രിവാൻഡ്രം എഴുതി, കൊച്ചിയിൽ എഴുതി. ട്രിവാൻഡ്രം 4 മൊഡ്യൂൾ എഴുതി, ഒരെണ്ണം കിട്ടി. കൊച്ചിയിൽ 3 മൊഡ്യൂൾ എഴുതി, ഒരെണ്ണം കിട്ടി. പിന്നെ എനിക്ക് 2 മൊഡ്യൂൾ ഉണ്ടായിരുന്നു, അത് ഞാൻ ചെന്നൈയിൽ എഴുതി, ചെന്നൈ കിട്ടി. അപ്പോൾ എനിക്ക് കിട്ടുന്നത് 2025-ലാണ്. 2025 ആദ്യമാണ് ഞാൻ പാസ്സാകുന്നത്. പിന്നെ എനിക്ക് പ്രോസസ്സിങ്ങിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കി. ഞാൻ കുറേ ഏജൻസികളൊക്കെ ചോദിച്ചു. കുറേ പേര് എന്നെ ഇങ്ങോട്ട് വിളിച്ചു. എല്ലായിടത്തും തന്നെ അത്യാവശ്യം നല്ല റേറ്റ് പറഞ്ഞു, നല്ല കത്ത് റേറ്റ് ആയിരുന്നു. ഒരു 4 ലക്ഷം 4.5 ലക്ഷം ചിലയിടത്തൊക്കെ 3.5 ലക്ഷം അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ അതിനോടൊന്നും എനിക്ക് അത്ര ഇതില്ലായിരുന്നു. കാരണം അത്രയൊന്നും അതൊക്കെ ഭയങ്കര ഫീസാണ്. അതുകൊണ്ട് ഞാൻ വേറെ ഏജൻസി നോക്കി വന്നപ്പോൾ സാന്റാമോണിക്ക കുഴപ്പമില്ലാന്ന് ഞാൻ ഇങ്ങനെ കേട്ടു. അപ്പോൾ ഞാൻ സാന്റാമോണിക്കക്കാരെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ സാന്റാമോണിക്ക
പറഞ്ഞ് ഇങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ഞാൻ ഒക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ തന്നെ കൊടുത്തു. പിന്നീട് എനിക്ക് ഇൻ്റർവ്യൂ വന്നു. ഇൻ്റർവ്യൂ കഴിഞ്ഞു. ഇൻ്റർവ്യൂ കഴിഞ്ഞ് കോൺട്രാക്റ്റ് കൈ കിട്ടിയിട്ടാണ് ഞാൻ പേയ്മെൻറ്റ് കൊടുത്തത്. അപ്പോൾ മൊത്തം പേയ്മെൻറ്റ് കൊടുത്തിട്ടില്ല. 1 lakh സംതിങ് എത്രയാണ് കൊടുത്തത്. ഞാൻ പഠിക്കുന്നതിൻ്റെ ഫീസ് പറയാൻ മറന്നുപോയി. പഠിച്ചതിൻ്റെ ഫീസ് എനിക്ക് 75,000 രൂപ ആയിട്ടുണ്ട്, ഫീസ് മാത്രം. പിന്നെ അതിൻ്റെ അകത്ത് ഹോസ്റ്റൽ ഫീസ് അതെല്ലാം അങ്ങനെ വേറെ. പിന്നെ എക്സാമിന് എനിക്ക് ഏകദേശം എന്തായാലും 1.5 ലക്ഷം ആയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എനിക്ക് കറക്റ്റ് ഞാൻ കണക്ക് കൂട്ടിയിട്ടില്ല. ഡൽഹി പോയതിന് തന്നെ എനിക്ക് ഒരുപാട് പൈസയായി. അതിന് ഏകദേശം ഒരു 60,000 അടുപ്പിച്ച് വന്നു. ഫ്ലൈറ്റ് ടിക്കറ്റും ട്രെയിൻ ടിക്കറ്റും അല്ലാണ്ട് എല്ലാം എക്സാം ഫീസും എല്ലാം കൂടെ ചേർത്ത് ഒരു 60,000 എന്തായാലും വന്നിട്ടുണ്ട്. അത് കാരണം അങ്ങനെ ട്രെയിൻ കിട്ടാതെ വന്നു, അങ്ങനെ പ്രശ്നമാണ്. പക്ഷെ ആ സർട്ടിഫിക്കറ്റിനും കാര്യമില്ലാണ്ടായിപ്പോയി. ഞാൻ ആ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചില്ല. പിന്നെ ഞാൻ പിന്നീട് എഴുതിയെടുക്കുകയാണ് ചെയ്തത്. പിന്നെ എനിക്ക് ഇൻ്റർവ്യൂ കിട്ടി. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഇൻ്റർവ്യൂ പാസ്സായി. പിന്നെ ഞാൻ എനിക്കിങ്ങോട്ട് വരാൻ അനർക്കനും വേണമായിരുന്നു. അനർക്കനും അപ്ലൈ ചെയ്തു. പിന്നീട് ഏകദേശം ഒരു ജൂൺ ജൂലൈ ആയപ്പോഴത്തേനും എനിക്ക് കോൺട്രാക്റ്റ് കിട്ടി. ആ സ്റ്റുഡൻറ്റ് കോൺട്രാക്റ്റ് കിട്ടി. ഞാൻ സൈൻ ചെയ്ത് അയച്ചു. പിന്നെ എല്ലാ കാര്യങ്ങളും പിന്നെ വിസയ്ക്ക് വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഡേറ്റ് കിട്ടാനായിട്ട്. പിന്നെ എനിക്ക് പയ്യെ കിട്ടി. ഞാൻ വിസയ്ക്ക് ഡേറ്റ് എടുത്തു. അവിടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെ വിസ എനിക്കൊരു ഓഗസ്റ്റ് 12-13 എന്തായപ്പോൾ വിസ വന്നു. പിന്നെ ഞാൻ സാധനങ്ങളെല്ലാം മേടിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് വിസ വന്നു കഴിഞ്ഞിട്ടാണ് ബാക്കി പേയ്മെൻറ്റ് ഞാൻ കൊടുത്തത്. വിസ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫുൾ പേയ്മെൻറ്റ് കൊടുക്കണം. അപ്പോൾ വിസ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ബാക്കി പേയ്മെൻറ്റ് കൊടുത്തു. അപ്പോൾ ഫുൾ പേയ്മെൻറ്റ് അവരുടെ ഇതെല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തു. അപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റും ബുക്ക് ചെയ്ത് ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ റേറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അതിങ്ങനെ എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് എനിക്ക് അതൊരു 35 ആ റേഞ്ചൊക്കെ ആയിരുന്നു, 35-36 ആ റേഞ്ചായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് ഡേറ്റ് കിട്ടി. വിസയിൽ എനിക്ക് ഡേറ്റ് വന്നേക്കുന്നത് സെപ്റ്റംബർ 25 തൊട്ട് എനിക്ക് ജർമ്മനിയിൽ വരാനുള്ള രീതിയിലാണ്. എനിക്ക് ക്ലാസ് തുടങ്ങുന്നത് ഒക്ടോബർ 1-നായിരുന്നു. അപ്പോൾ ഞാൻ 29-ന് ഡേറ്റ് എടുത്തു, അതായത് ടിക്കറ്റ് എടുത്തു. ഞങ്ങൾ രണ്ടുപേർക്കും ഒരുമിച്ച് തന്നെ എടുത്തു. അപ്പോൾ 30-ാം തീയതി ഇവിടെ വരാനുള്ള രീതിയിൽ എടുത്തു. അപ്പോൾ ഞങ്ങളിവിടെ 30-ാം തീയതി വന്നു. ഞാനിപ്പോൾ ഉള്ള സ്ഥലം എന്ന് പറയുന്നത് സാർലൻഡിലെ ഡെക്സ്ബാഹ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അതായത് സാർബ്രൂക്കൻ്റെ ഒക്കെ അടുത്തായിട്ട്. സാർബ്രൂക്കിന് ഇവിടുന്ന് ഒരു അരമണിക്കൂർ അത്രയാണ് ഉള്ളത്. അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ ജർമ്മൻ ജേർണി എന്ന് പറയാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.